ഈ രണ്ട് തോണിയിലും കാലിട്ടിട്ടേ പാകിസ്ഥാൻ എങ്ങനെയാണോ അമേരിക്കക്ക് ഇട്ട് പണി കൊടുത്തത്, അതായത് പിന്നിലൂടെ ഒരു കുത്തുകുത്തിയത്, അതേ പരിപാടിയാണ് ഇപ്പോ കുർദുകള് സത്യത്തില് അമേരിക്കയോട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഈ ഇറാൻ ആൻഡ് അമേരിക്ക ഇസ്രായേൽ വാറിന്റെ ആ വാർ നടന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വാർ സീസ് ഫയറിലേക്ക് പോയപ്പോ കുറെ അധികം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഈ വാർ തുടങ്ങാൻ തന്നെ കാരണമായിട്ട് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്നുള്ളതാണ്. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ പോയി കാണുകയും ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇറാനകത്ത് ഇപ്പൊ ആഭ്യന്തരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇറാനകത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ ഒരു എയർ അറ്റാക്ക് നമ്മളിപ്പോ ഒരു അറ്റാക്ക് അതിന്റെ കൂട്ടത്തില് ഇറാനിലുള്ള റിബലുകൾക്കും കുർദുകൾക്കും ഒക്കെ നമ്മൾ ആയുധങ്ങൾ സപ്ലൈ ചെയ്യും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഇറാന്റെ ഇപ്പത്തെ ഭരണ സംവിധാനത്തിനെ നമുക്ക് മറിച്ചിടാം, എന്നിട്ട് അവിടെ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാം, എന്നിട്ട് അവിടുത്തെ യുറേനിയവും അതേപോലെ തന്നെ അവിടുത്തെ മിസൈലുകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് അടിച്ചു മാറ്റാം എന്നുള്ളതായിരുന്നു ആ പ്രപ്പോസല്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യമേ എന്ത് ചെയ്യുന്നു, ഈ ഇറാനുമായിട്ട് ബറാക് ഒബാമയുടെ കാലത്ത് ഉണ്ടായിരുന്ന കരാറിൽ നിന്നെല്ലാം ട്രംപ് പെട്ടെന്ന് യൂട്ടേൺ അടിച്ച് പുറത്തു പോകുന്നു. എന്നിട്ട് കുറെ കപ്പലുകളും കുറെ വിമാനങ്ങളെല്ലാം ഈ ഇറാന്റെ ചുറ്റും അണിനിരത്തുന്നു. എന്നിട്ട് ഇറാനെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇറാൻ എന്ത് ചെയ്യുന്നു, ലോകത്താരും അംഗീകരിക്കാത്ത കുറെ പോയിന്റുകൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നു. പക്ഷെ അതിനിടക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ കൂടെ ഒരു കുത്തുകുത്തുന്നു. അതായത് ഇറാനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ ആ സമയത്ത് കുർദുകൾക്ക് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആയുധങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് കുർദുകള് ആ ആയുധങ്ങൾ മുക്കി എന്നുള്ളതാണ്. അത് വൻ കോമഡിയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. അതായത് ഇറാനെതിരെ ഇവരെ എയർ അറ്റാക്ക് നടത്തുന്ന സമയത്ത് കുർദുകൾ പോയിട്ട് ഇറാൻ അറ്റാക്ക് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കയോട്ടിക് സിറ്റുവേഷൻ ആവുകയും ആ റെജീമിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. പക്ഷെ അത് നടന്നില്ല, അത് മുക്കി, അവർ പറ്റിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട്. ട്രംപ് തന്നെ ഇത് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോ കുർദുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു എത്തനിക് ഗ്രൂപ്പാണ്, ഒരു എത്തനിക് കമ്മ്യൂണിറ്റിയാണ്. അവര് മുസ്ലിംസ് ആണ്, ഷിയ മുസ്ലിംസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ എത്തനിക് കമ്മ്യൂണിറ്റിയാണ്. അവർ ഈ തുർക്കി, ഇറാന്, ഇറാഖ്, സിറിയ ഈ പ്രദേശങ്ങളിൽ ആ ഒരു പ്രദേശത്ത് പരന്ന് കിടക്കുന്ന ഒരു എത്തനിക് കമ്മ്യൂണിറ്റിയാണ് ശരിക്കും കുർദുകൾ. ഈ സദ്ദാം ഹുസൈനും കുർദുകളായിട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്ക് സ്വന്തമായിട്ട് വേണം, അതേപോലെ തന്നെ കുർദ് ഐഡന്റിറ്റീനെ എന്താ പറയാ സംരക്ഷിക്കണം എന്നൊക്കെയുള്ള നിലപാടെടുക്കുന്ന ഒരു 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 വിഭാഗമാണത്. എന്നാൽ ഈ കുർദ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒരൊറ്റ കമ്മ്യൂണിറ്റി ആണെന്ന് ചോദിച്ചാൽ അല്ല. കുർദില് യഥാർത്ഥത്തില് നാഷണലിസ്റ്റുകൾ ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ആശയധാരകളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരൊരു എത്തനിക് ഗ്രൂപ്പ് ആണെന്നുള്ളതാണ്. ഈ കുർദുകളെ ഇതിനു മുന്നേ അമേരിക്ക ഈ സിറിയക്കെതിരായിട്ടുള്ള യുദ്ധത്തില് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്ക എയർ അറ്റാക്ക് നടത്തുന്ന സമയത്ത്, അമേരിക്ക എയർ അറ്റാക്ക് നടത്തുന്ന സമയത്ത് കുർദ് സൈന്യവും കൂടെ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ലെയർ അറ്റാക്ക് വരെയും അവരെ പെട്ടെന്ന് തന്നെ സിറിയനെ അട്ടിമറിക്കാനും സാധിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷനില്. പക്ഷെ അമേരിക്ക അന്ന് ഇവരെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് ഒരു ദിവസം സിറിയയിൽ നിന്ന് അമേരിക്ക പെട്ടി പ്രമാണം എല്ലാം എടുത്തിട്ട് വിട്ടു. അപ്പൊ എന്ത് ചെയ്തു, ഈ കുർദുകള് പെരുവഴിയിലായി പോയി. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ പതനത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള ISIനെ ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ട് അടിച്ചമർത്താനും ഈ കുർദുകളെ അമേരിക്ക യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇറാഖിലും അമേരിക്ക പെട്ടെന്ന് ഒരു ദിവസം പെട്ടി പ്രമാണം എടുത്തു പോയി കുർദുകൾ വിട്ടു. അപ്പോ ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു അനുഭവം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുർദുകൾ എന്ത് ചെയ്തിട്ടില്ല, ആയുധങ്ങളൊക്കെ വാങ്ങി വെച്ചു. എല്ലാം നമ്മൾ സെറ്റ് ആക്കാന്ന് പറഞ്ഞ് വാങ്ങി വെക്കുകയും അവരുടെ സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവർക്ക് അവിടെ ഒരു ലെജിറ്റിമസി കിട്ടാൻ വേണ്ടിയിട്ടും അവർക്കൊരു വോയിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്തു, ഈ ആയുധങ്ങൾ അവർ പൂഴ്ത്തി വെച്ചു. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെടുത്തു വെച്ചു. എന്നാൽ ഇറാനെതിരെ അറ്റാക്ക് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോ ഒരു 2-3 പ്രാവശ്യം ഇട്ട് പറ്റിച്ച് ഓടിയപ്പോ അമേരിക്ക ഒന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടതായിരുന്നു ഇവരിനി എങ്ങനെ ആയിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. പ്രതികരിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്തൊരു പ്രതികരണം ആയിപ്പോയി എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ല, കുർദുകള് സത്യത്തില് കുർദ് മേഖല എന്ന് പറയുന്നത് ഇറാൻ ഏറെക്കുറെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ഇതിനു മുന്നേ കുർദുകളുടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായത് മഹസ അമിനി എന്ന് പറയുന്ന 22 വയസ്സായിട്ടുള്ള പെൺകുട്ടീനെ പ്രോപ്പർ ആയിട്ട് ഹിജാബ് ധരിച്ചില്ല എന്നും പറഞ്ഞ് ഇറാനിലെ മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി.
അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അവരെ പോലീസ് സ്റ്റേഷനിൽ അവരെ ഡീറ്റെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ച അല്ലെങ്കിൽ കിട്ടിയ മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഈ കൊല്ലപ്പെട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള മാസീവ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് എവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇറാനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റ് പിന്നെ വളർന്നു വലുതാകുകയും മിഡിൽ ക്ലാസിന്റെ ഇടയിലുള്ള പ്രക്ഷോഭം കൂടെ, അല്ലെങ്കിൽ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ ഇറാൻ ഭരണകൂടത്തിനോട് ഉണ്ടായിരുന്ന ഒരു പ്രതികാര മനോഭാവം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന നീരസം കൂടെ പ്രവർത്തിക്കുന്ന രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിട്ട് മാറി. യൂണിവേഴ്സിറ്റികളിലും അതേപോലെ തന്നെ കോളേജുകളിലും വിദ്യാർത്ഥികളൊക്കെ ഈ പ്രക്ഷോഭത്തിൽ വളരെയധികം വലിയ രീതിയിൽ പങ്കെടുക്കുക കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് കുർദുകൾക്ക് ഇതിനെ മൊബിലൈസ് ചെയ്യാൻ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും കൂടെ ഈ ഇറാൻ ഗവൺമെന്റിനെതിരെ നിലനിൽക്കുന്ന ജനരോക്ഷത്തെ മുതലാക്കാം എന്നുള്ളതാണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ അമേരിക്ക വിചാരിച്ചത്. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, കുർദുകൾ യഥാർത്ഥത്തിൽ ഇറാനെതിരെ തിരിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറാന്റെ മാസീവ് ആയിട്ടുള്ള അടിച്ചമർത്തലുകളും അതേപോലെ തന്നെ ഇറാന്റെ മിലിറ്ററി ഓപ്പറേഷൻസും അതേപോലെ തന്നെ പട്ടാളത്തെ ഉപയോഗിച്ച് കുർദുകളുടെ വോയിസിനെ അടിച്ചമർത്തുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഇറാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ കുർദുകൾക്കുള്ളത് കൊണ്ട് തന്നെ മുൻപിൻ നോക്കാതെ അമേരിക്ക 4 തോക്ക് തന്നു, ബോംബ് തന്നു എന്ന് വിചാരിച്ചിട്ട് ഇറാന്റെ റെജീമിനെ മറച്ചിടാൻ വേണ്ടിയിട്ട് കുർദുകൾ ഇറങ്ങി പുറപ്പെടും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. കാരണം ഇറാൻ എങ്ങനെയാണ് ഇറാൻ അകത്തുള്ള പ്രക്ഷോഭങ്ങളോട് ഇറാൻ പെരുമാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുർദുകൾക്ക് നല്ല ശക്തമായിട്ടും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ്. അതുള്ളത് കൊണ്ട് തന്നെ ഇവര് എത്രത്തോളം ഇറാനെതിരായിട്ടുള്ള സായുധ വിപ്ലവത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതും ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അമേരിക്കക്ക് തെറ്റിപ്പോയി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരു 2-3 പ്രാവശ്യം പറ്റിക്കപ്പെടുകയും അതിനുശേഷം വീണ്ടും അവര് തന്നെ വന്നിട്ട് ആയുധങ്ങൾ തരുക, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോയിക്കോ, ഞങ്ങൾ എയർ അറ്റാക്ക് ചെയ്തോളാം, ഞങ്ങൾ നിങ്ങൾക്ക് എയർ കവർ തന്നോളാം എന്നൊക്കെ പറഞ്ഞാല് ഇവരത് കേൾക്കുമെന്ന് വിചാരിച്ചത് അമേരിക്കക്ക് പറ്റിയ ഒരു മണ്ടത്തരമാണ് എന്നുള്ളതാണ്. അപ്പോ പാകിസ്ഥാൻ എങ്ങനെയാണോ ഇറാന്റെ ഇറാന്റെ എയർഫോഴ്സിനെ അതേപോലെ തന്നെ ഇറാന്റെ പ്ലെയിനുകളൊക്കെ സംരക്ഷിച്ച് നിർത്തിയത്, അതേപോലെ തന്നെയാണ് ഇപ്പൊ കുർദുകളും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കിട്ടിയ ആയുധങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ട് ഭദ്രമാക്കി അവർ വെച്ചു, ഇറാനെതിരെ അത് ഉപയോഗിച്ചതും ഇല്ല എന്നുള്ളതാണ്. അപ്പോ എല്ലാ സ്ട്രാറ്റജീസും, അതായത് ഗവൺമെന്റിനെ മറിച്ചിടാം, അല്ലെങ്കിൽ ഇറാനെ ഉപരോധം കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താം, അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇറാന് മേലെ ഏർപ്പെടുത്താം എന്നൊക്കെയുള്ള ഭീഷണികളും ഒരു സ്ട്രാറ്റജിയും വർക്കായില്ല എന്നുള്ളത് മാത്രമല്ല, ഇറാൻ റീജിയണിലെ ഒരു പവർ ആയിട്ട് ഉയർന്നു വരികയും കൂടെ ചെയ്തു എന്നുള്ളതാണ് ഈ വാറിന്റെ പ്രത്യേകത.